വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റിത നക്ഷത്ര. അപ്പോൾ നമ്മുടെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു ഞാൻ അല്ലിക്കുട്ടീനോട് കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ 6 മണിക്കാണ് കേട്ടോ എഴുന്നേൽക്കുക. 6 മണിക്ക് എഴുന്നേറ്റ് കുട്ടികളൊന്നും സ്കൂളിലേക്കൊന്നും പോകണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് മുറ്റോണം അടിക്കുക. അപ്പം മഞ്ജു ഇന്ന് രാവിലെ പറഞ്ഞു ഞാൻ മുറ്റം അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ മുറ്റമൊക്കെ അടിച്ചു, എല്ലാം അടിക്കണം. വലിയ മുറ്റമല്ല, അപ്പോൾ എല്ലാവിടെയും അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അടിച്ചു. പിന്നെ പാലൊക്കെ എടുത്തിട്ട് വന്നത് ചായ വയ്ക്കും. ചായ മുക്കിയാണ് കേട്ടോ. ചായ നിർബന്ധമായിട്ട് എനിക്ക് രാവിലെ കുടിക്കണം. രാവിലെയും വേണം, എനിക്ക് വൈകുന്നേരത്തും വേണം കേട്ടോ. പിന്നെ ഋതുക്കുട്ടിനും തുമ്പിക്കുട്ടിക്കും അല്ലിക്കുട്ടിക്കും പാലാണ് കേട്ടോ. പാല് കൊടുക്കുകയും ചെയ്യും രാവിലെ. അപ്പോഴേക്കും ഋതുക്കുട്ടൻ എന്താ എഴുന്നേറ്റ് വന്നു. കോഴി എണ്ണയൊക്കെ തുറന്നു വിട്ടു കേട്ടോ. അരയന്നത്തിനൊക്കെ 2 അരയനാണ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ അവിടെ വന്ന് ചാരമൊക്കെ വാരി, നന്നായി തീ കത്തുമല്ലോ, അപ്പോൾ ചാരങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാരമൊക്കെ വാരി അടുപ്പിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ചോറ് വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എന്തായാലും ഒരു ചോറും വയ്ക്കും, ഒരു കറിയും വയ്ക്കും കേട്ടോ. ഞങ്ങൾ പലഹാരം അങ്ങനെ നിർബന്ധമായിട്ടൊന്നും ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യമില്ല കേട്ടോ. കഞ്ഞി എനിക്ക് ഭയങ്കര എനർജി കിട്ടുള്ളൂ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഇതാ ഈർക്കലൊക്കെ വെച്ച് കുറച്ച് തീ കത്തണില്ല, അപ്പോൾ ഞാൻ 2 ചൂലൊക്കെ എടുത്തിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ 2 ചുള്ളലൊക്കെ ഇട്ട് കഴിഞ്ഞ് വേഗം കത്തുമല്ലോ പറഞ്ഞിട്ടാണ് വേഗം അങ്ങനെ ചെയ്തു. പിന്നെ പട്ട എടുത്തിട്ട് പട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അടുപ്പിന് ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. അടുപ്പിൽ വെള്ളം വെച്ച് പിന്നെന്താണ് അരിയൊക്കെ എടുത്തു. പിന്നെ വിറകുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വിറകൊക്കെ തല്ലിപ്പൊളിക്കാണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ തല്ലിപ്പൊളിച്ചു, നിങ്ങൾ കാണണ്ടല്ലോ. അപ്പോൾ അത് ആ വിറകൊക്കെ എടുത്ത് അടുപ്പിലിടുന്നു കേട്ടോ. വിറക് നന്നായി കത്തണോണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ചിലപ്പോൾ കത്താണ്ടായി എനിക്കൊക്കെ ദേഷ്യം വരും കേട്ടോ. രാവിലെ എണീറ്റ് അടുപ്പൊക്കെ കത്താണ്ടായി കഴിഞ്ഞാൽ. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു രാവിലത്തെ ഒരു ഇതൊക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ. പിന്നെ ഇത് അരിയൊക്കെ ഇട്ട് അരി കഴുകണം. അരി കഴുകി വെളിയിൽ വന്നിട്ടാട്ടോ കഴുകണം എല്ലാം. അപ്പം അരിയൊക്കെ കഴുകി അരിയൊക്കെ ചട്ടിയിൽ അതിലിട്ടു കേട്ടോ. അരിയൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് മേലെ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിക്കും കുളിക്കാൻ ഞങ്ങളൊരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേലെ വയ്ക്കും. അപ്പോൾ ആ വെള്ളം നന്നായി ചൂട് വരും. ഇതിലാണ് കേട്ടോ, ഈ പാത്രത്തിലാണ് വെള്ളം ആക്കണം. അപ്പോൾ ഈ പാത്രം നല്ല ചൂട് വരും കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അങ്ങനെ പഠിക്കുമ്പോൾ കുളിക്കാനായല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ രാവിലെ എണീച്ചത് ഉള്ളൊക്കെ അടിച്ച് വിടുകയാണ് കേട്ടോ. ഉള്ളൊക്കെ അടിച്ച് വിട്ട് ഒക്കെ സെറ്റ് ചെയ്യണം. ഉള്ളൊക്കെ അടിച്ച് കഴിഞ്ഞ് പിന്നെ തുടയ്ക്കാനൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ മോട്ടറിൽ വെള്ളമില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോട്ടറിൽ വെള്ളം കയറ്റുകയാണ് കേട്ടോ. ഇതിലൊക്കെ എത്തിയിട്ടാണ് വെള്ളം കയറ്റണത്. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ളൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ തുടയ്ക്കലാണ്. അപ്പോൾ തിണ്ണയൊക്കെ തുടച്ച് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഋതുക്കുട്ടൻ തുമ്പിക്കുട്ടിയൊക്കെ അവിടെ ഇത്തിരി പാലൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയാക്കണം. പിന്നെ തിണ്ണയൊക്കെ ഫുള്ളായി വൃത്തിയായി തുടയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് എല്ലാവിടെയും തുടച്ചു കേട്ടോ. രാവിലെ കഴിഞ്ഞ് പിന്നെ പണി ഒരുങ്ങും. ഒരു പണി ഒരുങ്ങണ വരെ ഒരു സമാധാനം ഉണ്ടല്ലോ കേട്ടോ. പണി ഒരുങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു സമാധാനമാണ് കേട്ടോ. ഇത് ആ പണി ഒരുങ്ങിയില്ലല്ലോ, ഈ പണി ഒരുങ്ങിയില്ല, അതൊരു ടെൻഷൻ തന്നെ കേട്ടോ. പണി ഒരുങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഹാപ്പിനെസ് മൂടാണ്. പിന്നെ രാവിലെ ഡ്രസ്സുകളൊക്കെ കല്ലിൽ തിരുമ്പാണ് കേട്ടോ. കുറേ ഡ്രസ്സുകളൊക്കെ തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ കല്ലിലൊക്കെ തിരുമ്പിയിട്ട് കഴിഞ്ഞാൽ ഇത്തിരി ആശ്വാസമാവുമല്ലോ. ഡ്രസ്സുകളൊക്കെ പിള്ളേരുടെ തന്നെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പണി ഒരുങ്ങി പല്ലൊക്കെ തേച്ചു കേട്ടോ. പല്ല് തേച്ച് ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല വെയിലല്ല, അപ്പോൾ അവർക്കൊരു തണുപ്പ് കിട്ടട്ടെ പറഞ്ഞിട്ട് നനയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഋതുക്കുട്ടൻ അംഗനവാടിക്ക് ഒരു കടലയും കൊള്ളും മുളപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുളപ്പിച്ച് വെച്ചതാണ് കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. പിന്നെ ചോറായി. അതിന് വെന്തോന്നൊക്കെ നോക്കി. ചില അരി പെട്ടെന്ന് വേവണമായിരിക്കും, ചിലത് വേവാത്തായിരിക്കും, കുറേ നേരം സമയം പിടിക്കും. അപ്പോൾ അതൊക്കെ ആയി. അപ്പോൾ ഞാൻ ചോറ് ഊറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അംഗനവാടിക്ക് ഇന്ന് പോവും വേണം. അപ്പോൾ അവർക്ക് കുറേ ഫോട്ടോഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവിടേക്ക് പോകാനും ഞാൻ റെഡിയാവാൻ നിൽക്കുകയാണ്. അപ്പോൾ ചോറ് ഊറ്റുകയാണ് കേട്ടോ. ആ തിരക്കി പോയിട്ട് ചോറ് ഊറ്റുകയാണ്. അപ്പോൾ അംഗനവാടി പോയി കുറച്ച് പാടത്ത് പോയിട്ടൊക്കെ കുട്ടികളെയും കൂടെയൊക്കെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു അമ്മനെ കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളെ വീട്ടിലേക്ക് വരാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ വരാറില്ലേ, നിങ്ങളെന്താ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാത്തത്? വേണ്ട, അംഗനവാടിൻ്റെ അവിടെ തൊട്ടുള്ള വീടാണ് കേട്ടോ അമ്മൻ്റെ വീട്. അപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വായോട്ടോ കൊണ്ട് ഞങ്ങൾ പോയി. വീട്ടിൽ പോയി ഭയങ്കര ഹാപ്പിനെസ് മൂടായിരുന്നു കേട്ടോ. അമ്മ ഒരുപാട് കഥകളൊക്കെ പറയുന്നു. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
നായ എടുത്തിട്ട് പോയി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ എൻ്റെ മക്കൾക്ക് തരിക, എന്താ എൻ്റെ മക്കൾക്ക് തരിക പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. എന്ത് തരും എൻ്റെ മക്കൾ. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടമ്മ, ഞങ്ങൾ വീട് കാണാൻ വന്നിട്ട് ശരി വേണ്ട വീടൊക്കെ കണ്ട് അമ്മയ്ക്ക് നല്ല ഹാപ്പിനെസ്. അമ്മ എല്ലാവിടെയും കാണിച്ചു തരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അംഗനവാടിയിൽ നിന്ന് പിള്ളേരിനെയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് പിള്ളേർ തലയിലൊക്കെ തോർത്തുമുണ്ടൊക്കെ കെട്ടി പെണ്ണുകുട്ടികൾ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഓരോ വീഡിയോസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനിയുമായിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിയും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്ന് ഓടിയാലൊക്കെ ഒന്ന് വിചാരിച്ചു. ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ വീഡിയോ വിട്ടുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിയല്ലേ. അപ്പോൾ അവരെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസുകളും കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തു. ഋതുക്കുട്ടൻ ഭയങ്കര ഹാപ്പി കൂടി. പിന്നെ ഋതുക്കുട്ടൻ അംഗനവാടിയുടെ ഉള്ളിൽ കൊണ്ടാക്കിയപ്പോൾ മമ്മി പോകണ്ടാവേണ്ട ഒരേ കരച്ചിലായിരുന്നു കേട്ടോ. അവരോട് കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഋതുക്കുട്ടനൊക്കെ. മമ്മി പോകണ്ട, ഇവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവർക്ക് നല്ല മൂഡാക്കി കൊടുത്തിട്ട് നല്ല ഹാപ്പിനെസ് കൂടിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണി മേടിച്ചു കഴിച്ചു. ടാറ്റാ ബൈ, ഇത്രയേ ഉള്ളൂ.